ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. വെക്കേഷൻ ആയതുകൊണ്ട് ഒരാഴ്ച നിൽക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് കല്യാണം, പാല് കൊടുക്കൽ അങ്ങനത്തെ പരിപാടികളിലുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയാലും ഞാനും ചേച്ചി ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി കയറ്റി വിടാൻ വേണ്ടിയിട്ട് അനുവും ദേവും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൈക്ക് വേദനയായതുകൊണ്ട് അതൊന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നതാണ്. കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്നു, അപ്പോൾ തീരെ കുറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഡോക്ടറെല്ലാം കാണിച്ചു, മരുന്നെല്ലാം വാങ്ങിച്ചു. കഴുത്തിൻ്റെ അടുന്ന് മുതൽ നീരുണ്ട്, അപ്പോൾ വൈറ്റമിൻ ഡി കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് ഗുളിക കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. എൻ്റെ വലത് കൈ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. അങ്ങനെ പിന്നെ ആ മരുന്നെല്ലാം വാങ്ങിച്ചിട്ട് നേരെ നമ്മളിതാ തൊട്ടടുത്തുള്ളൊരു കടയിലേക്ക് പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കളെല്ലാവരും വീട്ടിൽ വെയിറ്റിംഗ് ആണ്, അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു പോകണം. അപ്പോൾ ചില്ല് കൂടാരത്തിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി കടികളുണ്ടെങ്കിലും ഞാൻ എന്താ വാങ്ങുകയെന്ന് നിങ്ങൾക്കറിയാലോ. അതെ, ഞാനൊരു പരിപ്പുവട ഭ്രാന്തിയാണല്ലോ. അങ്ങനെ നമ്മൾ 2 പരിപ്പുവടയും വാങ്ങി, 2 ചായയും വാങ്ങിയിട്ട് ആടിയിരുന്ന് ചായ കുടിച്ചു. വീട്ടിലേക്ക് പാഴ്സലായിട്ട് കുറച്ച് ഉഴുന്നുവടയും, പിന്നെ ഞാൻ പറഞ്ഞു പരിപ്പുവട തന്നെ മതിയെന്ന്. അങ്ങനെ കുറച്ച് ഉഴുന്നുവടയും കുറച്ച് പരിപ്പുവടയും നമ്മൾ വീട്ടിലേക്കും പാഴ്സലാക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആടെ ഇരുന്ന് പുറത്തേക്കൂടി പോകുന്ന ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ട് ഞാനിങ്ങനെ പരിപ്പുവട തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ടേസ്റ്റ് ഇല്ലാത്തതായാലും എനിക്ക് പരിപ്പുവട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് പുളിമുട്ടായും വാങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പണ്ട് നമ്മൾ അമ്മയോ അച്ഛനോ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം ഇതുപോലെ കയ്യിൽ പുതിയതായിട്ട് വരുന്നതും കാത്തിട്ട് നമ്മൾ നിന്നിട്ടില്ലേ ഒരുപാട്. അതുപോലെയാണ് കേട്ടോ ഇപ്പം നമ്മളെ മക്കളും. അപ്പോൾ പുതിയ അവിടെ കൊണ്ടുചേരിയ ദേവൂട്ടി അതെന്താണെന്ന് ചോദിച്ചിട്ട് കുഴപ്പം തുടങ്ങിയിന്. അങ്ങനെ പിന്നെ ദേവൂട്ടിയോട് ഞാൻ പറഞ്ഞു അത് എടുത്തിട്ട് വാ തരാണ്. അങ്ങനെ നമ്മളെ പുതിയെല്ലാം അൺബോക്സ് ചെയ്തു. പിന്നെ നമ്മളെ ഉഴുന്നുവട വേണ്ടവർക്ക് ഉഴുന്നുവടയും പരിപ്പുവട വേണ്ടവർക്ക് പരിപ്പുവടയും. അപ്പോൾ പരിപ്പുവടേൻ്റെ എണ്ണം കുറവായതുകൊണ്ട് പിള്ളേർക്കെല്ലാം ആദ്യം തന്നെ ഉഴുന്നുവട കൊടുത്തിട്ട് നമ്മൾ വെറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ പരിപ്പുവട ഉണ്ടായിരുന്നെന്ന് അവരറിഞ്ഞത്. അപ്പോൾ നമ്മളെ ഉണ്ണിക്കുട്ടൻ്റെ ഓരോ കലാപരിപാടികളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഉണ്ണിക്കുട്ടന് പരിപ്പുവട മതി എന്ന് പറഞ്ഞിട്ട് ഓന് പരിപ്പുവട കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പരിപ്പുവട ആർക്കും വിട്ടുകൊടുക്കൂല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പരിപ്പുവട നേരത്തെ എടുത്ത് കൈമ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാവർക്കും കടി കൊടുക്കാൻ പോയ സമയത്ത് നമ്മൾ ദേവൂട്ടി ഒറ്റയ്ക്ക് എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ദേവൂട്ടിക്ക് അങ്ങനെ ഇടയ്ക്കൊരോ കലാവിരുതുകളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് എല്ലാവർക്കും കൊടുത്ത് എൻ്റെ പരിപ്പുവട കയ്യിൽ തന്നെ പിടിച്ച് നടക്കുന്നുണ്ട്. പിന്നെ നല്ല ചൂട് കട്ടൻ ചായയും പരിപ്പുവടയും. നേരത്തെ ഒരു ചായ കുടിച്ചതാണ്. ഞാൻ പൊതുവേ ചായ കുടിക്കൽ കുറവാണെന്ന് ഞാൻ ഒരുവിധം എല്ലാ വീഡിയോസിലും പറയലുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ശീലങ്ങളെല്ലാം ആകെ മാറും. അപ്പോൾ രണ്ടാമത്തെ ചായ അത് കട്ടൻ ചായയും പരിപ്പൊടിയും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അത് കഴിഞ്ഞപ്പോൾ അവിടെ പിള്ളേർ പറഞ്ഞു വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നടക്കാമെന്ന്. അപ്പോൾ കണ്ട വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ആകാശം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പറയണ്ടല്ലോ, എനിക്കിങ്ങനെ ആകാശം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. യാത്ര ചെയ്യുമ്പോൾ ആയാലും എൻ്റെ നോട്ടം ഫുൾ ആകാശത്തിലേക്കായിരിക്കും. അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ പരിപ്പൊടി ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര ടേസ്റ്റ് ഇല്ലാത്ത പരിപ്പൊടി ആയാലും ഞാൻ എത്ര കിട്ടിയാലും കഴിക്കും കേട്ടോ. ഞാൻ സത്യത്തിൽ ഒരു പരിപ്പുവട ഭ്രാന്തിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.